RSS സ്ഥാപിതമാകുന്നതിന് മുൻപ് 1921 ഹെഡ്ഗേവാർ ജയിലിൽ പോയിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാന സമരകാലത്ത് അറസ്റ്റിലായ ഹെഡ്ഗേവാർ വലിയ പണം മുടക്കി അഭിഭാഷകനെ വാദിക്കാൻ വെച്ചു. അറസ്റ്റിലായാൽ കേസ് വാദിക്കരുത് എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം മറികടന്ന ഏക നേതാവായിരുന്നു ഹെഡ്ഗേവാർ. ബ്രിട്ടീഷ് ജയിലറായ സർ ജാദറുമായി അടുത്ത സൗഹൃദത്തിലായി എന്നാണ് ആത്മകഥയിൽ തന്നെ പറയുന്നത്. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ 11 കിലോ തൂക്കം വർദ്ധിച്ച് ജയിലിന് പുറത്തു വന്നു എന്നും അതേ ആത്മകഥ പറഞ്ഞു വെക്കുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തെങ്കിലും 1931 ഹെഡ്ഗേവാർ അറസ്റ്റിലായി ജയിലിലായി. CP ഫിഷിക്കർ എഴുതി RSS പ്രസിദ്ധീകരിച്ച ജീവചരിത്രത്തിൽ അതിനുള്ളൊരു കാരണം പറയുന്നുണ്ട്. ജയിലിലുള്ള കോൺഗ്രസുകാരിൽ നിന്ന് സംഘപ്രവർത്തകരെ കണ്ടെത്താനാണ് ജയിലിലായത് എന്നാണ് RSS പ്രസിദ്ധീകരിച്ച പുസ്തകം തന്നെ പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ 100% തള്ളിക്കളഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെ സ്വാധീനിക്കാൻ പറ്റിയ സ്ഥലം ജയിലാണെന്ന് ഡോക്ടർ ജിക്ക് മനസ്സിലായി എന്നാണ് ജീവചരിത്രത്തിലെ വാചകം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുക്കരുത് എന്ന് തന്നെയായിരുന്നു RSSന്റെ ആഹ്വാനം. ഗോൾവാൾക്കർ അത് തുറന്നു പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതും RSS തന്നെയാണ്. ഇന്ത്യ എന്നത് ഒരു സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാകണം എന്നാണ് RSS നയം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. അതിനാൽ RSS പങ്കെടുത്തില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. മുസ്ലിങ്ങളും ക്രൈസ്തവരും ബൗദ്ധരും ജൈനരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ആശയത്തോടെ RSSന് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല.